എനിക്കിപ്പോ ശ്യാമേച്ചിനെ അഖിലങ്ങളിനെ കണ്ടപ്പോഴേ സന്തോഷമായ. മോൾക്കവിടെ മോളുടെ അമ്മയെ പോലെ ദാ ഈ ആന്റി ഇല്ലേ? അമൃത ആന്റീനെ എനിക്ക് വലിയ ഇഷ്ടാ. അല്ല, അഖിൽ ശ്യാമ രാവിലെ തന്നെ ഡ്രസ് വാങ്ങാൻ ഇറങ്ങിയതാ? ആ അതെ, ഡ്രസ് വാങ്ങാൻ ഇറങ്ങിയതാ. ശ്യാമയ്ക്കൊരു മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ ഉണ്ട്. അതാ ഞങ്ങൾ അവിടേക്കാ. ആണോ? മോൾക്ക് വേറെ ഡ്രസ്സൊന്നുമില്ല, കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. ഓ അതെയോ? ശ്രീകുട്ടി അവിടെ വീട്ടിലെത്തിയ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. പിന്നെ അറിയാതെ. ശ്രീകുട്ടിയെ പറ്റിയുള്ള അപ്പപ്പ നടക്കുന്ന ന്യൂസ് ഇവരെ വിളിച്ചറിയിക്കാൻ ഒരാൾ അവിടെ ഉണ്ടല്ലോ. അരുൺ. ഞാനേ ഇവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല കൂടെ വന്നത്. ഇല്ലെങ്കിൽ എന്റെ കണ്ണ് വെട്ടിച്ച് അരുൺ ഇവിടെ എത്തും ശ്രീകുട്ടിയെ കാണാനാതാ. നിങ്ങൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞല്ലോ, ഞാൻ മോൾക്കുള്ള ഡ്രസ്സ് എടുക്കട്ടെ. ഒരു മിനിറ്റ്. മോള് വാ, മോളുടെ സൈസിന് ഡ്രസ്സ് എടുക്കണം. മോളുടെ അളവ് നോക്കട്ടെ. എന്റെ മോളെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയിക്കാൻ പറ്റുന്നില്ലല്ലോ ശ്യാമ. ചേച്ചി ചേച്ചി വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്റെ മോള്, എനിക്കിത് സഹിക്കാനാവുന്നില്ല. നമുക്ക് നോക്കാം. സൂക്ഷിക്കണേ. ചേച്ചി വാ വാ. ഐശ്വര്യ എടുത്ത് അശ്വതി ചേച്ചി തിരിച്ചറിഞ്ഞ ആ നിമിഷം പോലീസിൽ അറിയിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഹലോ അമ്മേ, ഇവിടെ പർച്ചേസിന് വന്ന സ്ഥലത്തെ അഖിൽ ശ്യാമയും കണ്ടു. അവർ രണ്ടുപേരും ഇപ്പൊ അകത്തുണ്ട്. അപ്പൊ നിന്റെ ഐഡിയ എന്തായി? അത് ഏറ്റില്ലെന്നാ തോന്നുന്നേ. അഖിൽ ശ്യാമയ്ക്ക് പുതിയ ഡ്രസ് എടുത്തു. അപ്പോ ശ്യാമ ഓഡിഷനിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പായില്ലേ? ആ, അവർ രണ്ടുപേരും അതിനുള്ള പുറപ്പാടില്ല. പക്ഷെ ഞാൻ അമ്മയ്ക്ക് വാക്ക് തന്നതാ, എന്തായാലും ഞാനത് നടക്കാൻ സമ്മതിക്കില്ല. ഇനി ഈ അവസാന നിമിഷത്തിൽ നീ എന്ത് ചെയ്യാനാ? അതാ എന്റെ അമ്മയുടെ ഭാഗ്യമെന്ന് പറയുന്നത്. കറക്റ്റായിട്ട് അവർ എന്റെ മുന്നിൽ തന്നെ വന്ന് ചാടിയില്ലേ. ഓക്കെ, പക്ഷേ ഇപ്പൊ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ ശ്യാമയുടെ യാത്ര മുടക്കും ഇപ്പൊ തന്നെ. ഐശ്വര്യ, എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറ. അമ്മ ആദ്യം പെർമിഷൻ താ. ബെസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്, ബാക്കി ഞാൻ ചെയ്തോളാം.
അമ്മേ, അവൾക്ക് സെലക്ഷൻ കിട്ടി, അവളുടെ അഹങ്കാരം സഹിക്കാൻ പറ്റില്ല. ആ ശരി, നീ വേണ്ടത് ചെയ്യും. എന്തായാലും ഇന്ന് ശ്യാമ ആ ഓഡിഷനിൽ പങ്കെടുക്കരുത്. എനിക്കതേ വേണ്ടൂ. ഓക്കെ അമ്മ, ഇപ്പൊ തന്നെ ഞാൻ വേണ്ടത് ചെയ്തോളാം. സാബു, നീ എവിടെയാ? നീ വേഗം നമ്മുടെ മാർക്കറ്റ് റോഡില്ലേ, അവിടെ വരണം. ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് സെൻഡ് ചെയ്യാം. വേഗം എത്തണം. ഓക്കെ? എടി ശ്യാമേ, നീ ഇന്ന് ഓഡീഷനിൽ പങ്കെടുക്കില്ല. ഐശ്വര്യ പറയുന്നേ. മോളെ, ദേ അതാരാ നോക്കിയേ? എന്താ ഷമീച്ചി? അല്ല, മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞതാ. മേഡം, ഷാമിച്ചി, എങ്ങനെയെങ്കിലും എന്റെ അമ്മയെ കണ്ടുപിടിക്കണേ. കണ്ടുപിടിക്കാം മോളെ. അമ്മയോട് വേഗം എന്റെ അടുത്ത് വരാൻ പറയണേ. എന്റെ മോള്. പറയാട്ടോ. അമ്മയെ കാണാതെ ശ്രീകുട്ടിക്ക് വലിയ സങ്കടമാണെന്ന് പറയണേ. മോളെ, ശ്യാമേച്ചി, മോള് ചെല്ല്. ശ്യാമേച്ചിക്ക് ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോണം. ഓഡീഷൻ അല്ലേ, ഫസ്റ്റ് വാങ്ങി ജയിച്ചു വരണേ. ഏറ്റു മോളെ. അപ്പൊ നമുക്ക് പോവാം മോളെ. നല്ല മോളല്ലേ, ഇപ്പൊ പോയിക്കോട്ടോ, നമുക്ക് കാണാം. വാ. ശരി ശ്യാമേ, ശ്യാമേച്ചി ടാറ്റ. പോട്ടെ. വാ. ചേച്ചി വിഷമിക്കില്ല. എന്റെ മോള്, നമുക്ക് മോളെ ഇനിയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശ്യാമേ. അതൊക്കെ നടക്കും. ശ്യാമേ, ഇപ്പൊ തന്നെ വൈകി, നമുക്ക് പോവാം. ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കണേ. ഞാൻ നിങ്ങളെ മനഃപൂർവ്വം വിളിക്കാത്തതാ ശ്യാമേ. നിങ്ങളുടെ നമ്പറിൽ ഞാൻ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ജയേഷിനറിയാം. അപ്പൊ നിങ്ങളുടെ നമ്പറും അവന്റെ നിരീക്ഷണത്തിലായിരിക്കും. വെറുതെ എന്തിനാ പ്രശ്നമാക്കുന്നത്? സമയം വൈകി, നിങ്ങൾ പൊക്കോ. ചേച്ചി, കാണാൻ കേട്ടോ. വാ. വാ.
ആ, അമൃതേർത്തി ഇവളെയും കൊണ്ടൊരു ഓട്ടോയിൽ പോവോ? ഓട്ടോയില്ലോ? അതിന് കാറുണ്ടല്ലോ. ആ, ആ, അതെ, ഞാൻ ഇപ്പോഴാ ഓർത്തെ. ഒന്ന് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോണം, അർജന്റാ. ഞാൻ ചെന്നേ പറ്റൂ. എന്നാ പിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ലേ? അയ്യോ, അതും പറ്റില്ല. എനിക്ക് വേഗം അവിടെ എത്തണം. കുറച്ച് എമർജൻസിയാ. പ്ലീസ് ഒരു ഓട്ടോയിൽ പോയെടുത്തി. ശരി, അത്ര അത്യാവശ്യമാണെങ്കിൽ നീ പൊയ്ക്കോ. മോള് വാ. ആ, നീ എവിടെ? മാഡം ഞാൻ ഇവിടെ ഉണ്ട്. മുന്നോട്ട് നോക്കിയേ. ദാ ഇവിടെ ഇവിടെ. ആ, കണ്ടു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ശ്യാമ ഇപ്പോ പുറത്തേക്ക് വരും. ഓക്കെ മാഡം, ഞാൻ ഏറ്റു. ഒരു കാരണവശാലും അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റരുത്. അത് മതി. അത് ഞാൻ ഏറ്റെന്നേ. ഞാൻ ചെയ്തിരിക്കും മാഡം. ദേ, ശ്യാമ വരുന്നുണ്ട്. മാഡം ഞാൻ കണ്ടു. ഞാനിപ്പോൾ റെഡിയാക്കി തരാം. നീ ഇന്ന് ഓഡീഷനിൽ പാടില്ല മോളെ. ഓട്ടോ സമയ വാ. ശ്യാമ, ശ്യാമ, എന്താ എന്താ പറ്റിയേ? വാ, പതുക്കെ. നല്ല വേദനയുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. കേറ് കേറ്. കേറ്. ചേട്ടാ, ഹോസ്പിറ്റലിൽ കൂടെ. അപ്പൊ അതും സക്സസ്. അവളുടെ ഒരു മ്യൂസിക് ഓഡീഷൻ. നിന്റെ സ്വപ്നം അവസാനിച്ചു ശ്യാമേ. പാടിക്കോളൂ.
ഓക്കെ. താങ്ക് യു സർ. ഓക്കെ, തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. താങ്ക് യു സർ. കാവ്യ അങ്ങോട്ട് പോയിരുന്നോളൂ. സർ, ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ശ്യാമ ഇതുവരെ എത്തിയിട്ടില്ല. ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലേ ആ പേര് ക്യാൻസൽ ചെയ്തേക്കൂ. ഓക്കെ സർ. അപ്പോൾ കണ്ടസ്റ്റന്റ് എല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഓഡിഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ. സാർ ഒരു നിമിഷം. ശ്യാമ ഉടനെ എത്തും. എന്തോ ആക്സിഡന്റാ, എന്നെ വിളിച്ചിരുന്നു. ചെറിയൊരു ആക്സിഡന്റാ, ഇപ്പൊ എത്തും. ഒരാൾക്ക് വേണ്ടി ഇത്രയും സമയം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേണ്ട. നമുക്ക് പെർഫോം ചെയ്യാൻ ആവശ്യത്തിന് കണ്ടസ്റ്റന്റ് ആയല്ലോ. അതല്ല സാർ, എനിക്കറിയാം ശ്യാമ വരും, ഉറപ്പാ. നമ്മുടെ മ്യൂസിക് ഷോയ്ക്ക് ശ്യാമ ഒരു അസറ്റായിരിക്കും. പ്ലീസ് സാർ. GK സാറിന് അത്ര കോൺഫിഡൻസ് ആണെങ്കിൽ ഓക്കെ. പതുക്കെ പതുക്കെ. ഇപ്പൊ തന്നെ വൈകി, ഇനി എന്താ ചെയ്യാ? സിസ്റ്ററെ, കഴിയാറായോ? ഇപ്പൊ കഴിയും. ഇപ്പൊ ഓഡിഷൻ തുടങ്ങിക്കാണും. അയ്യോ, സിസ്റ്റർ, ഡ്രസ്സിംഗ് കഴിഞ്ഞു. ഇനി ടാബ്ലറ്റ് വാങ്ങി പോവാം. വാ നമുക്ക് വേഗം പോവാം. ഓഡിഷൻ തുടങ്ങിക്കാണും. കാലിന് നല്ല വേദനയുണ്ട്. സാരമില്ല, ഞാൻ പിടിക്കാം. മെല്ലെ മെല്ലെ ഇറങ്ങ. സാർ, എനിക്ക് എഴുന്നേക്കാൻ പോലും ആവുന്നില്ല. പിന്നെ എങ്ങനെയാ ഞാൻ ഇവിടെ ഓഡീഷന് പോവാ? അതൊക്കെ നടക്കും. എന്തൊക്കെ ഫേസ് ചെയ്താ ഒടുവില് ഓഡീഷന് പോവാൻ തന്നെ പറ്റിയത്? ഒടുവിൽ അതെങ്ങനെയായി? ഞാൻ പറഞ്ഞതാ ശരി, എനിക്കിതൊന്നും വിധിച്ചിട്ടില്ല. നമ്മൾ എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവിടെ പല പല തടസ്സങ്ങളാ. ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചാ പിന്നെ എന്ത് ചെയ്യാനാ? ഇതും എനിക്ക് വിധിച്ചിട്ടില്ല സർ, അത്ര തന്നെ. അങ്ങനെ വിചാരിച്ചിരുന്നാ പറ്റില്ല. നമ്മളുടെ ലക്ഷ്യത്തിനിടയ്ക്ക് ഇങ്ങനെ പല പല തടസ്സങ്ങളും വരും. അതെന്തായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കാ അന്തിമ വിജയം. ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ പരീക്ഷണമാണെന്ന് കരുതിയാൽ മതി. മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളെ കാലിടാതെ കരുത്തനാക്കാനുള്ള പരീക്ഷണങ്ങള്. ഒരിക്കലും പരീക്ഷണങ്ങളിൽ തളർന്നൂടാ. ശ്യാമ ഇന്ന് പാടും, സെലക്ഷൻ ആവുകയും ചെയ്യും. ഞാനാ പറയുന്നത്. വേദന സഹിക്കണം. വരാൻ പോകുന്ന വലിയൊരു വിജയത്തിന് വേണ്ടിട്ടാ. ശ്യാമ വാ, ഞാൻ കൂടെയുണ്ട്. വാ, പതുക്കെ നോക്കി. പതുക്കെ നടന്നേ. GK സാർ പറഞ്ഞതുകൊണ്ടാണ് ഒരു കണ്ടസ്റ്റന്റ് വേണ്ടി ഇത്രയും സമയം വെയിറ്റ് ചെയ്തത്. ഇനി പറ്റില്ല, ഓഡിഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ശരി, ഓക്കെ സാർ. എന്നാ ശരി, നമുക്ക് പോയേക്കാം. രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ശ്യാമ വിട്ടുകളഞ്ഞത്. മതിയായി. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഞാൻ ഇതോടെ മതിയാക്കി.
ദേ ശ്യാമ എത്തി. വാ ചെല്ലാം. വാ. സർ, എല്ലാവരോടും മാപ്പ് ചോദിക്കാം. സോറി. ഓക്കെ, സംസാരിച്ചു കളയാൻ സമയമില്ല. നമുക്ക് ഓഡിഷൻ തുടരാം. വരൂ. ശ്യാമ റെഡിയല്ലേ? റെഡി സർ.